നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് അന്ന് മുതൽ തുടങ്ങും. അയാൾ ഏത് ജാതിയാണ്, അയാൾ ഏത് മതമാണ്, അയാൾ നമ്മുടെ മതത്തിന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, അയാൾ ആ മതത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണോ? ലാലേട്ട സിനിമ പറഞ്ഞ മാതിരി ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് വർഗീയതയുടെ ഒരു വിത്ത് പാകിയിട്ടാണ് പോയിട്ടുള്ളത്. ഒരു രാജ്യം വികസനത്തിലെത്തരുത് എന്ന് ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ ആ ട്രാപ്പിൽ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അഴിമതി ചെയ്യാത്ത ആളാണോ, അയാൾ വല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ, അതുപോലെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ആളാണോ, നല്ല വ്യക്തിത്വമാണോ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. അല്ലാണ്ട് അയാളെ മതമല്ല, മതം ഇതിൻ്റെ ഉള്ളിലൊക്കെ അല്ലതാ. മനസ്സിലായി? ഇപ്പം ഒരു മതത്തെ ചൂഷണം ചെയ്ത് അധികാരത്തിൽ വന്ന യു പിയിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിരീശ്വരവാദി എന്ന് പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഇതുവരെ ഒരു മദ്രസ, പള്ളി, അമ്പലം പൊളിക്കപ്പെട്ടോ? യു പിയിൽ എന്താ നടക്കുന്നത്? യു പിയിൽ നേരെ തിരിച്ച്, അത് നേരെ ഓപ്പോസിറ്റുള്ളവരുടെ കയ്യിൽ ഭരണം ഒരു 3 മാസം കൊടുത്തു നോക്ക്, അപ്പോൾ നേരെ അമ്പലങ്ങൾ പൊളിയിൽ തുടങ്ങും. ഇപ്പൊ സ്വരാജിന്റെ വീഡിയോ ഞാൻ ചെയ്തതിന്റെ അടിയിലൊന്ന കമന്റ്, ഒരു കൂട്ടർ വന്ന് പറയുന്നുണ്ട് അയാൾ സംഖ്യയാണ്, ഒരു കൂട്ടർ പറയുന്നു അയാൾ മുസ്ലിം പക്ഷപാതിയാണ്, ഒരു കൂട്ടർ വന്ന് പറഞ്ഞാൽ അയാൾ നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, അയാൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. നിങ്ങളെപ്പോലുള്ള മൊയന്തുകൾക്ക് അതെന്താണെന്ന് പിടികൊടുക്കുന്നില്ലല്ലോ, അയാളെ നിലപാട് എന്താണെന്നുള്ളത്. അതന്നെ അയാളെ വിജയം.